ഈ 84 രൂപയുടെ പ്രോഡക്റ്റിന് ഇപ്പോൾ ISI മാർക്ക് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇനി പാഡ് കൊണ്ട് നമുക്ക് ചില്ലിട്ട് വെക്കാം. ISI മാർക്കുള്ള ISI മുദ്രയുള്ള പാഡുകളാണ് ഉപയോഗിക്കാനുള്ളതല്ലേ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന പാഡുകളാണ്. 50 മില്ലിയോളമാണ് ഇത്രയും കാലം അബ്സോർപ്ഷൻ എങ്കിൽ ഇനി 100 മില്ലിയിൽ കൂടുതൽ അബ്സോർപ്ഷൻ ഈ ഒരു പാഡിലുണ്ടാവും. പുരുഷന്മാരെന്ന് പ്രത്യേകിച്ച് പറയണേ, ഞാൻ ഇടയിൽ നിർത്തി തന്നെ അറിയാം. സ്ത്രീകൾക്ക് പോലും അറിയില്ല ഒരു ദിവസം എത്രയാ പോണേന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പരസ്യമൊക്കെ വന്നത്. ഇൻസ്റ്റയായിരുന്നു. ആ വീഡിയോ ഒന്ന് അറിയുന്നവർക്കൊന്ന് അയച്ചു കൊടുക്കണം. എന്റെ മുമ്പത്തേലൊക്കെ ആയിരിക്കും എടുത്തത്. വീഡിയോ എന്താണെന്ന് അറിയോ? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടിയിട്ട് കറങ്ങാൻ പോകുന്നു. പെൺകുട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. നടുവിൽ എത്തുന്ന സമയത്ത് മുങ്ങിപ്പോകുന്നു. രക്ഷിക്കാനായിട്ട് നോക്കുമ്പോൾ ആൺകുട്ടിക്ക് രക്ഷിക്കാനായിട്ട് ഒന്നും കാണുന്നില്ല. പെൺകുട്ടിയുടെ ബാഗ് തുറക്കുന്നു. കിട്ടുന്നത് പാഡിന്റെ പാക്കറ്റാണ്. അതിൽ നിന്നൊരു പാഡ് എടുക്കുന്നു, പുഴയിലേക്ക് വലിച്ചെറിയുന്നു. പുഴയിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോകുന്നു. പെൺകുട്ടി രക്ഷപ്പെടുന്നു. ഇനിയിപ്പോ ജപ്പാൻകാരി പ്രവചിച്ച പോലെ സുനാമി ഒക്കെ ഉണ്ടായാലും പേടിക്കാനില്ല. മിറ്റത്ത് ഇതൊന്ന് നിരത്തിയിട്ടാൽ മതിയോ? ഇത്രയും വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിൽ തന്നെ അത്രയും വെള്ളം ഉണ്ടാവണം. അപ്പോ അത് മുഴുവൻ വറ്റിക്കാൻ വേണ്ടിയിട്ടല്ല പാഡുകൾ നമുക്ക്